ഇങ്ങോട്ട് നോക്കാൻ ഞാൻ കോടതിയിലേക്ക് പോവാ. അയവാച്ചം വന്നാൽ ഇവിടെ കയറി ഇരിക്കാൻ പറയണം. ഞാൻ ഒരു 12 മണിയാകുമ്പോഴേക്കും തിരിച്ചു. അതിന്റെ ഇടയ്ക്ക് യമകണ്ഠ കുറിപ്പിനെ കാണാനെന്ന് പറഞ്ഞ് ഇറങ്ങി പോയി കളയരുത്. ഏത് യമകണ്ഠ കുറിപ്പ്? നിനക്ക് 1 ലക്ഷം രൂപ തരാനുള്ള. ഓ, യമകണ്ഠ കുറിപ്പ്. ഈ അയവാച്ചം കേസ് വന്നേ പിന്നെ എന്റെ തലയ്ക്കകത്തൊന്നുമില്ല. അതെനിക്ക് നേരത്തെ അറിയാം. നിന്റെ തലയ്ക്കകത്തൊന്നുമില്ല. ബുദ്ധിമുട്ട് ചാത്തനിക്ക് വന്നേ. ഇതാ സൈക്കിൾ ഷോപ്പിൽ ഒന്ന് കൊണ്ടുപോയി കൊടുക്കണം. ഇതിനെ ഇതിനുണ്ട് ബ്രേക്ക് എന്ന് പറഞ്ഞ സാധനം നന്നാക്കിട്ട് അവിടെ വെച്ചാൽ മതി. ഞാൻ കോടതിയിൽ വരുമ്പോൾ എടുത്തോണ്ട് വന്നോളാം. ആയിക്കോട്ടെ, മറക്കരുത്. ഇന്ന് എന്റെ കേസിന്റെ വിധിയല്ലോ കേട്ടോ. എന്തിനാ? അല്ല, ഇവിടുന്ന് മാറി നിൽക്കണോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഇല്ല, ഇന്നില്ല. അപ്പൊ നാളെ കേട്ടോ? നാളെ ഇല്ല. ഇനിയിപ്പോ സമയമില്ല. ആരറിയാനാ? ഒരു കാര്യത്തിന് പോകുമ്പോ പുറകേന്ന് വിളിക്കാണോ? പോകണ്ട. ഗുരുവായൂരപ്പ ഭഗവാനെ, അയ്യോ വേദന കൊണ്ടാണ് സിസ്റ്റർ. കുഞ്ഞുനാൾ മുതലേ കയ്യിലാണ് ഇഞ്ചക്ഷൻ എടുക്കാറുള്ളത്. അതൊക്കെ വേറെ കാര്യമുണ്ട്. ജെട്ടി എങ്ങനെ ധൃതിയില് മറന്നുപോയതാ. എന്റെ പേര് രാധിക തമ്പി. ഒരിക്കൽ നിങ്ങൾ എന്റെ ജീവൻ രക്ഷിച്ചു. താങ്ക്സ്. അന്നൊരു വാക്ക് പോലും പറയാൻ പറ്റാതെ ഞാൻ പോയതിൽ തെറ്റിദ്ധരിക്കരുത് പ്ലീസ്. അയ്യേ, ഞാൻ രാധികയെ തെറ്റിദ്ധരിക്കുക? എന്തായത്? അന്നവര് വളരെയധികം ഉപദ്രവിച്ചു അല്ലേ? ആ 5 പേരും ഇതേ ഹോസ്പിറ്റലിൽ ഇതേ വാർഡിൽ 5 ദിവസം ചികിത്സയിൽ കഴിഞ്ഞിട്ടാണ് പോയത്. ചെറുപ്പത്തിലെ കുംഫിയും കുൽഫിയൊക്കെ പഠിച്ചത് ഒരു വിധത്തിൽ പറഞ്ഞാൽ അനുഗ്രഹമായി. ഇതിനു മുമ്പ് എത്രയോ തവണ എത്രയോ സുന്ദരി പെൺകുട്ടികളെ എത്രയോ വില്ലന്മാരിൽ നിന്നും ഞാൻ രക്ഷിച്ചിരിക്കുന്നു. അവരോട് ആരോടും തോന്നാത്ത ഒരു പ്രത്യേക എന്തോ അത് തന്നെയാണ് കുട്ടിയോട് തോന്നിയത്. അതുകൊണ്ട് പറയുക, രാധികയുടെ ജീവന് ഭീഷണിയുണ്ട്, സൂക്ഷിക്കണം. രക്ഷിക്കാനായി എപ്പോഴും ഹരി കൂടെ ഉണ്ടായിരുന്നു വരില്ല. ഏത് ഹരി? ഞാൻ തന്നെ, ഹരിചന്ദ്രൻ, MA LLB. LLM അഡ്മിഷൻ കിട്ടിയതാ, പക്ഷെ പോയി. ദിസ് ഈസ് മൈ കാർഡ്. ഹരിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിക്കാൻ മടിക്കണ്ട. ഓക്കെ? ഹരി പറഞ്ഞ നുണക്കഥയെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഐ ലൈക്ക് യു. നല്ല വേദന. ഗോവിന്ദൻ പറഞ്ഞത് 10-150 രൂപയെങ്കിലും ചെലവാകുന്നു. രക്തം, കഫം, മലം, മൂത്രം എല്ലാം കൂടെ പരിശോധിച്ച് വരുമ്പോ ഒരു നല്ല തുകയാവും. അതെ, ഡോക്ടർ എന്ന് പറഞ്ഞു. ഇന്ന് തന്നെ പോകാൻ പറ്റുമോ? ഡോക്ടർ? ഏത് ഡോക്ടർ? നീ ഇപ്പൊ പറഞ്ഞില്ലേ, ഡോക്ടർ ഗോവിന്ദൻ പറഞ്ഞു 10-150 രൂപയാവും. ഞാൻ സൈക്കിൾ കടയിലെ ഗോവിന്ദന്റെ കാര്യം പറഞ്ഞത്. സൈക്കിൾ നന്നാക്കാൻ 10-150 രൂപയെങ്കിലും ചെലവാകുന്നു. ഓഹോ, ആത്മാർത്ഥ സുഹൃത്ത് ഒഴിഞ്ഞു പറഞ്ഞ് ആശുപത്രി കിടക്കുമ്പോ സൈക്കിളിന്റെ പണിക്കൂലിയാണല്ലേ നിനക്ക് വലുത്? 1-2 സൈക്കിൾ എനിക്കൊരു പ്രശ്നമല്ലേ? എനിക്ക് പ്രശ്നമാണ്. പെട്ടിക്കകത്ത് 10,000 രൂപ വെച്ച് കൂട്ടിയിട്ടുണ്ടല്ലോ. എടുത്തു കൊടുത്ത് സൈക്കിൾ നന്നാക്കി ഹോസ്പിറ്റലിലെ ബില്ലും തീർക്കും. നിന്റെ ബാല മനസ്സാണ്. പെട്ടെന്ന് ഷോക്ക് ഉണ്ടാകുന്ന വാർത്തയൊന്നും പറയരുതെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് നിന്നിൽ നിന്നും ഞാൻ ആ രഹസ്യം ഒളിച്ചു വെച്ചത്. ഏത് രഹസ്യം? നിനക്ക് ഫീൽ ചെയ്യരുത്. വേഗം പറഞ്ഞു തുലക്കണം. എന്റെ 10,000 രൂപ പോക്കറ്റ് അടിച്ചു പോയി.
നീ പെട്ടിക്കകത്തല്ലേ വെച്ച് പൂട്ടിയിരുന്നത്? അതെ, പെട്ടിക്കകത്തൊന്ന് പൊക്കറ്റടിച്ചു പോയി.